ഇനിയിപ്പോ അതിന്റെ ടെക്നിക്കാലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. ഒരു സൂക്തം അല്ലെങ്കിൽ ഒരു വേദമന്ത്രം എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഒരു ഋഷി ഛന്ദസ് അതിൽ പറയാറുണ്ട്. ഏത് ഋഷി ഏത് ദേവതയാണ് അതിനെ ഉപയോഗിക്കേണ്ടത് അതൊക്കെ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, വേദങ്ങളിൽ ഇപ്പൊ നമ്മൾ പോപ്പുലറായിട്ട് പറയപ്പെടുന്ന ദേവതകളൊന്നും അവിടെ വരില്ല. അവിടെ ഇന്ദ്രനും വരുണനും അഗ്നിയും വായുവും ഒക്കെയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ തന്ത്രപ്രകാരമുള്ള ദൈവത്തിലുള്ള ആ ദേവതകളൊന്നും ആയിരിക്കില്ല വേദങ്ങളിലേക്ക്. വേദമന്ത്രങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഉച്ചാരണ ക്രമമുണ്ട്. ശിക്ഷ എന്ന് പറയുന്നതിന് ഒരു മീറ്റർ ഉണ്ട്, ഒരു ഛന്ദസ് ഉണ്ടാവും. വർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട്, അതുമാതിരി സ്വരം. ആ സ്വരത്തിൽ തന്നെ ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്ന് പറഞ്ഞ 3 വിഭാഗമുണ്ട്. അപ്പൊ അത് ഓരോന്നും അത് ഗുരു എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞു തരും. അതനുസരിച്ച് തന്നെ എങ്ങനെ ചെയ്യണം. ഇതിന് 2 പക്ഷം പറയുന്നുണ്ട്. ഒരു പക്ഷം പറയുന്നത് അർത്ഥം മാത്രം നോക്കിയാൽ പോരെ, എന്തിനാണ് ഈ സ്വരം പറയണമെന്ന് ചോദിക്കും. അത് താത്വികമായിട്ട് ശരിയാവാം, പക്ഷെ പ്രായോഗിക തലത്തിൽ ഇപ്പൊ ഒരു ആപ്പ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ, ആ ആപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു പാസ്വേഡാണ് കൊടുക്കുന്നതെങ്കിൽ ആ പാസ്വേഡിൽ എന്താണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് തന്നെ നമ്മൾ കൊടുത്താൽ മാത്രമേ സൈറ്റ് ഓപ്പൺ ആവുള്ളൂ. അപ്വേർഡിലുള്ള ഒരു ലോക്കിൽ ഒരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ന്യൂമറിക്കൽ ഉണ്ടാവും, അതിന് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ അതിൽ എന്താണോ നമ്മൾ കൊടുത്തത് അതേമാതിരി കൊടുത്താൽ മാത്രമേ ആ പാസ്വേഡ് ആ സൈറ്റിൽ ഓപ്പൺ ആവുള്ളൂ. അതേമാതിരിയാണ് ഈ മന്ത്രം കൃത്യമായിട്ട് ഏത് തരത്തിൽ ഉച്ചരിക്കണമോ, ഏത് മീറ്ററിലാണോ എന്ന് പറയേണ്ടത്, ഏത് തരത്തിലുള്ള പ്രൊനൗൺസിയേഷൻ ആണോ വേണ്ടത്, അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ ആ മന്ത്രത്തിന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള റിസൾട്ട്, എന്തിനാണോ നമ്മൾ ആ മന്ത്രം ചെയ്യുന്നത്, അത് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്ത്രത്തിനെ പോലെ അല്ല മന്ത്രം, ഈ വേദങ്ങൾ മന്ത്രം. തന്ത്രത്തില് കുറച്ചുകൂടി സയന്റിഫിക് ആണ്. അപ്പൊ അവിടെ നിങ്ങളുടെ എന്താ പറയാ പിന്നെ കുറച്ച് ഭാരം ചേർത്തിയാലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റില്ല. ഇത് കൃത്യമായിട്ട് തന്നെ അതിൽ എങ്ങനെയാണോ പറഞ്ഞത്, ഇപ്പോ 5000 കൊല്ലങ്ങൾ മുമ്പ് ഉണ്ടായിരുന്ന അതേ ഉച്ചാരണം തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നതെന്നാണ് സത്യം. അതിന് കാരണം അവിടെ നമ്മൾ മാനിപ്പുലേഷനോ അതിനെ മാറ്റിമറിക്കാനുള്ള സ്കോപ്പ് ഒന്നും നമുക്ക് കൊടുത്തിട്ടില്ല, അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത് അഭ്യസിക്കുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു ആചാര്യന്റെ അടുത്ത് തന്നെ അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ശിക്ഷണത്തിൽ തന്നെ ഇത് ചെയ്യണം. അപ്പൊ അങ്ങനെ അത് ചെയ്യുന്ന സമയത്ത് ഓരോ മന്ത്രങ്ങൾക്കും ഇപ്പൊ നമുക്ക് ഈ ഒരു മനുഷ്യന്റെ ആയുസിനെ സംബന്ധിച്ചോളം അവന് വേണ്ടതായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾ, ഭൗതിക തലത്തിലുള്ള ആവശ്യങ്ങൾ, ആത്മീയ തലത്തിലുള്ള ആവശ്യങ്ങൾ, ഇതിലൊക്കെ അവര് കണക്കാക്കിയിട്ടാണ് ഓരോ സൂക്തങ്ങൾ അവര് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ നവഗ്രഹ സൂക്തമുണ്ട്, ഭാഗ്യസൂക്തമുണ്ട്, മേധാസൂക്തമുണ്ട്, പുരുഷ സൂക്തമുണ്ട്, സ്ത്രീ സൂക്തമുണ്ട്, അങ്ങനെ കുറേ സൂക്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോന്നിനും ഓരോ സംവാദ സൂക്തമുണ്ട്. അതൊക്കെ ഓരോന്നിനും പ്രത്യേകമായിട്ട് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. ഇതിന് അടിസ്ഥാനപരമായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ മന്ത്രങ്ങളും അക്ഷരങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്. അക്ഷരങ്ങൾ വേണ്ട വിധത്തിൽ ഒരു രീതിയിൽ ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ വാചകമാകും. ആ വാചകത്തിന് അർത്ഥമുണ്ടാകും. അപ്പൊ ഇതാണ് നമ്മൾ ചിന്തയായിട്ട് വരുന്നത്. അപ്പൊ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തകളാണ്. അപ്പൊ ഒരു മന്ത്രം നമ്മൾ പറയുന്ന സമയത്ത് എന്തിനാണത് റിപ്പീറ്റഡ് ആയിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചിന്തയ്ക്ക് ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു തവണ മന്ത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആ മന്ത്രത്തിന്റെ ദേവതയ്ക്ക് വേണ്ടതായിട്ടുള്ള ഒരു ഊർജം ഒരു പ്രാവശ്യം ജപിച്ചാൽ കിട്ടൂലായിരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ആവർത്തി ജപിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഒരു പുരുഷ സൂക്തം ജപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്താന ഭാഗ്യത്തിന് ഉപയോഗിക്കാം, പൊതുവെയുള്ള സമ്പൽ സമൃദ്ധിക്ക് ചെയ്യാം, എല്ലാ ദേവതകളെയും പ്രീതിപ്പെടുത്താൻ പുരുഷ സൂക്തം ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിന്റെ കണ്ടന്റ് എങ്ങനെയാണ്? അപ്പൊ ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ ചിലപ്പോൾ ശരിയാവില്ല, അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെ നമ്മൾ വേറെ വിധത്തിലുള്ള അതിന്റെ ഒരു എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി, എത്ര ആവർത്തി ചെയ്യണം എന്നൊക്കെ അത് വേറെ വിധത്തിലുള്ള ചിന്തകൾ നോക്കണം. ഇതിൽ അടിസ്ഥാനപരമായി നോക്കുന്നത് നമ്മളൊരു മന്ത്രം ജപിക്കുമ്പോൾ, അത് വേദമന്ത്രമാണെങ്കിലും തന്ത്രത്തിലെ മന്ത്രമാണെങ്കിലും, ആ മന്ത്രത്തിന് നമ്മളുടെ ഈ മന്ത്രം ജപിക്കുന്ന ആളുടെ പ്രാണശക്തിയാണ് അതിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഒരു മന്ത്രം നമ്മൾ യാന്ത്രികമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ടേപ്പ് റെക്കോർഡറുമായി മാറും. അങ്ങനെ ഒരു ഡേഞ്ചർ
ഈ വൈദികമായിട്ടുള്ള അല്ലെങ്കിൽ താന്ത്രികമായിട്ടുള്ള ജപങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കാണാൻ പാഠം പഠിച്ച ഒരു സാധനമാണെങ്കിൽ ഉച്ചാരണത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ മനസ്സ് ഫോക്കസ്ഡ് ആയിരിക്കില്ല, മനസ്സ് എവിടെയും ചലിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഈ മന്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഫലം കിട്ടാതെ പോകുന്നതിന്റെ ഒരു കാരണം ആ മന്ത്രം ജപിക്കുന്ന സമയത്ത് അതിന് വേണ്ടതായിട്ടുള്ള ഊർജം നമ്മളുടെ ശരീരത്തിൽ നമ്മൾ കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഓരോ പ്രാവശ്യം നിങ്ങൾ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞ പണപ്പാഠമായിട്ടുള്ള മന്ത്രം ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, ആ 100% ആയിട്ടുള്ള ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള മനസ്സ്, ശരീരം, ബുദ്ധി എല്ലാം ഒരേ സമയത്ത് ആ മന്ത്രം ജപിക്കുന്നതിൽ ഫോക്കസ്ഡ് ആയിട്ട് നിന്നാൽ മാത്രമേ ആർക്ക് വേണ്ടിയാണോ ജപിക്കുന്നത് ആ അദ്ദേഹത്തിന് ആ ബലം അവിടെ പോയി ചേരുള്ളൂ. അപ്പൊ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. എല്ലാ മന്ത്രങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്, അതൊരു നിശ്ചിതമായിട്ടൊരു ബലം പറഞ്ഞിട്ടുണ്ട്, ആ ബലസ്തുതി പറഞ്ഞിട്ടുണ്ട്. അത് ബലം കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. അതേമാതിരി അതിന് നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ സാധാരണഗതിയിൽ മന്ത്രം ജപിക്കുന്ന സമയത്ത് വാചികമായിട്ടുള്ള മന്ത്രം ഉപാംശുവായിട്ട് ചെയ്യാം, മാനസികമായിട്ട് ചെയ്യാം. ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ വൈദിക സമ്പ്രദായത്തിൽ മാനസികമായിട്ടുള്ള ചെയ്യാനുള്ള സ്കോപ്പ് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൂടുതലായിട്ടുള്ള പ്രസക്തി അതിന്റെ ശബ്ദ തരംഗങ്ങൾ കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ വാചികമായിട്ട് തന്നെയാണ് സാധാരണഗതിയിൽ നമ്മൾ വേദമന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത്. അങ്ങനെ ജപിക്കുന്ന സമയത്ത് ശരീരം ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ആസനത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ശാസ്ത്രം. അപ്പൊ നമ്മളുടെ ശരീരത്തിലെ ഒരു മണിക്കൂറൊക്കെ നിങ്ങൾ ഒന്നിച്ച് ജപിക്കണം എന്നുണ്ടെങ്കിൽ ശരീരം അനങ്ങാതെ അല്ലെങ്കിൽ പൊസിഷൻ മാറാതെ നമ്മളുടെ ബാക്ക് ബോൺ ശുദ്ധമായിട്ട് നിർത്തിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തിയിട്ട് വേണം ജപിക്കാൻ. അപ്പൊ അതിൽ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ മുന്നോട്ടും ആടിക്കൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ അധികം സ്പീഡിൽ പറയുകയോ അധികം സ്ലോവിൽ പറയുകയോ ഇത് രണ്ടും ചെയ്യാൻ പാടില്ലെന്നാണ്. അപ്പൊ ഇതിനൊരു ഋതമുണ്ട്, ഒരു മന്ത്രജപം. അത് ആ ജപം ചെയ്യുന്ന സമയത്ത് ഒരു ഋതം ഉണ്ടാവണം. ആ ഋതം തീർച്ചയായിട്ടും ആ പഠിക്കുന്ന സമയത്ത് ആ ഗുരുവിൽ തന്നെയാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്. അപ്പൊ അത് വളരെ സ്ലോ ഡൗൺ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് പോകും. അതേമാതിരി അധികം സ്പീഡായിട്ട് ചെയ്തു കഴിഞ്ഞാലും ഉച്ചാരണ ശുദ്ധി ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ഫലം ഇല്ലാണ്ടാവും. അപ്പൊ അതിനൊരു പ്രത്യേക വേവ് ലെങ്ത്തിൽ പ്രത്യേക രീതിയിൽ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ ഹറിബറി ആയിട്ട് പെട്ടെന്ന് തീർക്കണം എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. കുറെ സമയം എന്ന് പറഞ്ഞ് നീട്ടിക്കാനും പറ്റില്ല. പിന്നെ മന്ത്രങ്ങളൊന്നും പാട്ട് പാടുന്ന മാതിരി രീതിയിൽ ചെയ്യാൻ പാടില്ല എന്നാണ് വേദശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഗായത്രി മന്ത്രം, വേറെ മന്ത്രങ്ങളൊക്കെ പാട്ട് പാടുന്ന രീതിയിലൊക്കെ കുറേയധികം യൂട്യൂബിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊന്നും വിധിക്ക് അനുസരിച്ചിട്ടുള്ള കാര്യമല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ട് നടക്കണം, നോക്കണം, ശ്രദ്ധിക്കണം. അതിനിപ്പോ വേദ പഠനത്തിനൊക്കെ സമയം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള ശരീരഘടന, അതിൻ്റെ അന്തരീക്ഷം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. തൈത്രേയ സംഹിതയിന്മാരുള്ളതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ മന്ത്രജപത്തിന് എന്തുകൊണ്ടാണ് ഇത്രയും അധികം നിഷ്കർഷ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാചകം നമ്മൾ പറയുമ്പോൾ, ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്ക് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശത്തിന്റെ വിപരീത ഫലം ഉണ്ടാവും എന്നുള്ളതാണ് അവർ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചാരണം, അതിന്റെ സ്വരം, അനുദാത്തം ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുള്ളൂ. അതും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച ശേഷം ആ പഠിച്ചതിൽ തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലിറിക്സ് റെഫറൻസ് ചെയ്ത് നോക്കിയിട്ട് വേണം പഠിക്കാൻ. കൂടെ നമ്മളത് റെഫറൻസിന് നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് പോകേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബേസ് ഉണ്ടെങ്കിൽ അതിപ്പോൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിനൊരു ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മാത്രമേ നമുക്ക് അതിന് ഫ്ലോ കിട്ടുള്ളൂ. ഇപ്പൊ കുറച്ചു കാലം പഠിച്ച ശേഷം നിങ്ങൾ നിർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിപ്പോ എല്ലാ ആർട്ടുമാരും തന്നെയാണ്. കുറെ കാലം സംഗീതം അഭ്യസിച്ചിട്ട് കുറച്ച് നിർത്തി കഴിഞ്ഞാൽ പിന്നെ തുടങ്ങാൻ പ്രയാസാകുന്ന പോലെ ഇതിങ്ങനെ റെഗുലർ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ, നിത്യ ആരാധനയിൽ തന്നെ അനുഷ്ഠാനത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇത് മാറണം. ഒരു മണിക്കൂർ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ട് വരില്ല. പക്ഷെ ഇതിൽ നമ്മൾ സെലക്റ്റഡ് ആയിട്ട് ഇപ്പൊ നമ്മളുടെ ഏതാണോ ആവശ്യം, ഇപ്പൊ ഒരാൾക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യമാണ് നോക്കണമെങ്കിൽ അല്ലെങ്കിൽ രോഗസംബന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഇപ്പൊ മുക്തി സൂക്തമോ അല്ലെങ്കിൽ മൃതസഞ്ജീവനി സൂക്തമോ അതനുസരിച്ചിട്ടുള്ള ഒരു സൂക്തം മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് നമ്മൾ സ്വയം ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ അത് ഒരു കുറെ 10 പഠിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും 10 ചെയ്യിക്കണം എന്നില്ല. ആദ്യത്തെ 1 ജപിക്കുക, നെക്സ്റ്റ് ഡേക്ക് പിന്നെ 3 4 ചെയ്യുക, പിന്നെ അങ്ങനെ കുറച്ച് കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ഫെമിലിയാരിറ്റി ഉണ്ടാവും. അങ്ങനെ ചെയ്യണം. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഇത്രയേ ഉള്ളൂ.
അതിപ്പോ വേദത്തിൽ നമ്മളെ സംബന്ധിച്ചോളം ഈ പഠിപ്പിക്കുന്ന ആൾക്ക് പുതിയതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. എന്താണോ ഇതുവരെ നമ്മൾ പഠിപ്പിച്ചു കൊണ്ടുവന്നത് അത് തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. അവിടെ നമ്മൾ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നൊക്കെ പറഞ്ഞ് അതിനെ മാറ്റാനുള്ള പ്രൊവിഷൻ ഒന്നും നമുക്കില്ല. അത് തന്ത്രത്തിലാണെങ്കിൽ ശരി, മന്ത്രത്തിലാണെങ്കിൽ ഈ വേദത്തിലാണെങ്കിൽ ശരി, അങ്ങനെ മാറ്റാനുള്ള പ്രൊവിഷൻ ഇല്ല. കാരണം അവര് അത് ഫുൾ പ്രൂഫ് ആയിട്ട് തന്നെയാണ് മുമ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് നമ്മളുടേതായിട്ടുള്ള ഇപ്പൊ മോഡേൺ ആയിട്ടുള്ള ഒരു മനസ്സിന്റെ അതിന്റെ ഇന്റർഫിയറൻസോ അതിന്റെ ഒരു ഇടപെടൽ മൂലം അതിനെ മാറ്റിമറിക്കാനൊന്നും ശ്രമിക്കണ്ട. അതുകൊണ്ട് അതിനെ പറഞ്ഞത് കൃത്യമായിട്ട് തന്നെ അനുഷ്ഠിച്ച് പോരണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇത് ഒരു കാഷ്വൽ ആയിട്ട് എല്ലാവരും ഇപ്പോ ഒരു ഏതെങ്കിലും ഒരു സംഗീതം പഠിക്കുകയാണെങ്കിലും ആദ്യം ഒരു ഇൻട്രസ്റ്റ് വരും, പോവും. 2 ദിവസം അയാൾ ആദ്യം മുതൽ ആദ്യത്തെ സപ്തസ്വരങ്ങൾ മാത്രം ചെയ്യാൻ പറയും. അത് ഉറപ്പിക്കാതിരിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ഉടനെ തന്നെ അതിൽ അങ്ങോട്ട് പിന്നെ പൂർണ്ണമായിട്ടുള്ളൊരു സംഗീതത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അതേമാതിരി തന്നെയാണ് വേദാഭ്യസനം തന്നെ. അപ്പൊ അതിന് നിഷ്ഠ വേണം. അതൊരു എന്താ പറയാ, നല്ലൊരു തീവ്രമായിട്ടൊരു ആഗ്രഹം, ഇത് പഠിക്കണം എന്നുള്ളത് ആഗ്രഹം വേണം. പഠിച്ചാൽ മാത്രം പോരാ, ഇത് വേറൊരാൾക്ക് കൊടുക്കും വേണം. അപ്പൊ ഇന്ന് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ പഠിച്ച ആള് അല്ലെങ്കിൽ ഇത് എഴുതിയ ആള് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് അത് എഴുതി വെച്ചതും പറഞ്ഞതും. അവരുടെ കോപ്പിറൈറ്റ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അതിന് കാരണം അതാണ്, അത് ലോകക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഈ മന്ത്രങ്ങളും സൂക്തങ്ങളും ഒക്കെ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിൽ ഒരു ഭാഗമാണ് ഞാൻ. അതുകൊണ്ട് ഈ ജപിക്കുന്ന ആൾക്കും തീർച്ചയായിട്ടും ആ ബലം കിട്ടും. അവന് വേണ്ടി മാത്രമായിട്ട് ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ എല്ലാ മന്ത്രങ്ങളും വേദമന്ത്രങ്ങളെല്ലാം തന്നെ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ പുതിയ ജനറേഷൻ അതിനുമായിട്ട് ബന്ധപ്പെടുത്തി അവരെ നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷെ അവരുടെ സാന്നിധ്യം കൂടി ഇവിടെ ഇന്നെങ്കിൽ നാളെ അവർക്ക് എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഇതിൻ്റെ അകത്തൊരു ഒരു ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ അവർക്ക് പഠിക്കാനുള്ളൊരു സ്കോപ്പും കൂടി നമുക്ക് കൊടുക്കാം. ഇതാണ് എനിക്കിപ്പോ തൽക്കാലം പറയാനുള്ളത്. Oh